അപ്പോൾ ലാസ്റ്റ് ഡേ എടുത്തതിന്റെ കണ്ടിന്യൂവേഷൻ. ഇത് ഏത് എക്സസൈസ് അത് ചെയ്തുകൊണ്ടിരുന്നേ? 7.2. 7.2ലെ 6th ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്ക്. ട്രയാങ്കിൾ എ ബി സി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ വിത്ത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ് ഇൻ വിച്ച് എ ബി ഇസ് ഈക്വൽ ടു എ സി. എ ബിയും എ സി ഈക്വൽ ആണ്. അവർ കാണിച്ചിട്ടുണ്ട് കണ്ടോ, ഇതും ഈക്വൽ ആണെന്ന് ഒരേ നൊട്ടേഷൻ ഉപയോഗിച്ച് കാണിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? സൈഡ് ബി എ ഈസ് പ്രൊഡ്യൂസ്ഡ് ടു ഡി. ബി ഏതേ വലിച്ചു നീട്ടി ഡിയിൽ എത്തിച്ചു. അപ്പോഴുണ്ടാകുന്ന എ ഡി എന്ന് പറയുന്ന സൈഡും, അതായത് ഈ സൈഡും എ ബിയും ഈക്വൽ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം എ ബിയും എന്തും ഈക്വൽ ആണ്, എ ബിയും എ സിയും ഈക്വൽ ആണ്. ഇപ്പൊ അവർ പറഞ്ഞു എ ബിയും എ ഡി ഈക്വൽ ആണ്. അതിന്റെ മീനിങ് ഇവർ 3 പേരും ഈക്വൽ ആണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ എ ബി സി എന്ന് പറയുന്നതും ഒരു ഐസോസെലസ് ആണ്. പിന്നെ ആര്? എ ഡി എ സി ഡി എന്ന് പറയുന്നതും ഐസോസെലസ് ആണ് അല്ലേ? രണ്ടും ഐസോസെലസ് ആണ്. പോരാത്തതിന് ഇവര് കോൺഗ്രുവന്റ് വാ. കാര്യം നോക്ക്, ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡിനോട് ഈക്വലാ. അപ്പൊ ഒരു സൈഡായി. ഈ സൈഡ് രണ്ടുപേർക്കും കോമൺ ആണ്. രണ്ട് സൈഡായി. ഇനി എന്താണ്? ഒരേ ലെങ്തിന് ഓപ്പോസിറ്റ് ഒരേ ആംഗിൾ ആണ് ഐസോസെലസിൽ. അപ്പൊ ഇവന്മാരുടെ ആംഗിളുകൾ തന്നെയല്ലേ ഇവന്മാർക്കും വരാൻ പോകുന്നത്. ചുരുക്കം പറഞ്ഞ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റാ. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ സൊല്യൂഷൻ എങ്ങനെ എഴുതുന്നതെന്ന് ശ്രദ്ധിച്ചോ. നമുക്ക് ട്രയാങ്കിൾ സ്റ്റെപ്പ് ശ്രദ്ധിച്ചോണം മക്കളെ. കൺസിഡർ ട്രയാങ്കിൾ. ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ ആണ് എ സി ഡി. കണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ മുകളിലത്തെ എ സി ഡി ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, അവിടുന്ന് നമുക്ക് എന്ത് എഴുതാം? അവിടുന്ന് നമുക്ക് എ സി ഇസ് ഈക്വൽ ടു എ ഡി എന്ന് എഴുതാം. എ സി ഇസ് ഈക്വൽ ടു എ ഡി എന്ന് എഴുതാം. കാര്യം അവർ തന്നിട്ടുണ്ട് എന്ത്? എ സി ഇസ് ഈക്വൽ ടു എ ബി എന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. കാര്യം എന്താ? എ ബിയും എ സിയും ഈക്വൽ ആണ്, എ ഡിയും എ ബിയും ഈക്വൽ ആണ്. അതിനകത്തുനിന്ന് നമ്മളെത്തിയ കൺക്ലൂഷൻ ആണ് ഇത്. ഇനി നമുക്ക് എന്ത് പറയാം? ഒരേ സൈഡുകൾക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളുകളും ഈക്വൽ ആണ് അല്ലേ? അപ്പൊ എ ഡിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇത്, ഇതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇത്. ഇവരും ഈക്വൽ ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എന്താണ്? എ സി ഡി കണ്ടോ മക്കളെ? എ സി ഡി ആംഗിൾ എ സി ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഡി സി. ഈ ആംഗിളും അല്ലേ? അപ്പൊ ആംഗിൾ എ സി ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഡി സി. കാര്യം എന്താണ്? ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്, ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇന്നലെ കുറേ തവണ പറഞ്ഞതാ. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഏതായിരിക്കും? താഴത്തെ ട്രയാങ്കിൾ. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതെന്ത് ട്രയാങ്കിളാ? ഐസോസെലസ് ആണ്. അപ്പൊ എന്താ? എ ബി ഇസ് ഈക്വൽ ടു എ സി. റീസൺ എന്താ? ഗിവൺ, തന്ന കാര്യമാണത്. ഇനി അവിടെ നമുക്ക് സെയിം പ്രോപ്പർട്ടി ഉപയോഗിക്കാം. എന്താണ്? ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്. അപ്പൊ എന്ത് പറയാം? ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. ആംഗിളുകളുടെ പേര് നോക്ക്. ആംഗിളുകളുടെ പേര് ആംഗിൾ എ ബി സി. ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു ഈ ആംഗിളിന്റെ പേരെന്താ? എ സി ബി. ആംഗിൾ എ സി ബി. റീസൺ എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ അല്ലെങ്കിൽ സെയിം. ആ പ്രോപ്പർട്ടി അത്രയും ക്ലിയർ ആണല്ലോ മക്കളെ. ഇനി ഞാൻ എന്തെടുക്കാൻ പോകുന്നു? ഇനി ഞാൻ ആ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ബാലൻസ് ഇവിടെ ഇട്ട് നോക്കിക്കോ. കൺസിഡർ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഇത് 90 ഡിഗ്രി എന്നാ പ്രൂവ് ചെയ്യേണ്ടത്, അഥവാ ഇത് റൈറ്റ് ആംഗിൾ ആണെന്നാ. അപ്പൊ വലിയ ട്രയാങ്കിൾ എടുക്കുക. കൺസിഡർ ട്രയാങ്കിൾ ഡി സി ബി കൺസിഡർ ചെയ്യുകയാണ്. നമുക്ക് അതിലേക്കൊന്ന് ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തേ. ആംഗിൾ എ സി ടി അല്ല, വേണ്ടേ? എന്താണ് ഈ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചോണ്ട് പറ? ഈ ആംഗിളിന്റെ പേരെന്താ? എ ഡി സി എന്ന് എഴുതാം അല്ലേ? ആംഗിൾ എ ഡി സി പ്ലസ് ഈ ആംഗിൾ എന്താ? ഈ ആംഗിൾ എത്ര മക്കളെ? ഈ ആംഗിൾ നമുക്കറിയാം ഈ രണ്ട് ആംഗിളുകൾ ചേരുന്നതാണ് അല്ലേ? അപ്പൊ ഈ രണ്ട് ആംഗിളിനെ ഞാൻ ഇൻഡിവിജ്വലി എഴുതുക. ഈ ആംഗിളിന്റെ പേരെന്താണ്? എ സി ഡിയും എ സി ബിയും കൂടെ ചേരുന്നതാണ്. അപ്പൊ ആംഗിൾ എ സി ഡി പ്ലസ് ആംഗിൾ എ സി ബി പ്ലസ് മൂന്നാമത്തെ ആംഗിൾ ഏതാ? ഇവന്റെ പേരെന്താ? എ ബി സി.
ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു 180. റീസൺ എന്താ? ആംഗിൾ സം പ്രോപ്പർട്ടി. എന്താണ്? ആംഗിൾ സം പ്രോപ്പർട്ടി. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മക്കളെ. എ സി ഡി എന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ ഏതാ ഉണ്ടാവുന്നേ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ? ആംഗിൾ ബി സി ഡിനെ കുറിച്ചാണ് അല്ലേ? ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ ആരാ ഉണ്ടാവുന്നേ? ആംഗിൾ ബി സി ഡി ഉണ്ടാവുന്നേ. അപ്പൊ നമുക്ക് ഇതിന്റെ എഫക്റ്റീവ് ആയിട്ട് എന്ത് എഴുതാം? ആംഗിൾ ബി സി ഡി എന്ന് തന്നെ എഴുതാം. ഇനി നോക്ക്, ആംഗിൾ എ ഡി സി. ആംഗിൾ എ ഡി സി എന്ന് പറയുന്നതിന് പകരം ഇതേ നോക്ക്, ആംഗിൾ എ ഡി സി. എ ഡി സിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ സി ബി എന്ന് എഴുതാം. ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ എ ബി സിക്ക് പകരം എന്തെഴുതാം? നോക്കതേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആംഗിൾ എ ബി സിക്ക് പകരം എന്തെഴുതാം? ആംഗിൾ എ സി ബി എന്ന് എഴുതാം. സോറി ആദ്യം പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നു. ആംഗിൾ എ ഡി സി, ആംഗിൾ എ ഡി സി. ആംഗിൾ എ ഡി സിക്ക് പകരം എന്തെഴുതാം? ആംഗിൾ എ സി ഡി എന്നായിരുന്നു. ഇത് ഡി ആണേ. എന്താണ് ഈ സർക്കിളിൽ കിടക്കുന്നത്? എ ബി സിക്ക് പകരം എന്താ? എ ബി സിക്ക് ഇക്വലന്റ് ആരാ? ആംഗിൾ എ സി ബി ആ. ആംഗിൾ എ സി ബി പ്ലസ് ഇവർ രണ്ടുപേരും ചേരുമ്പോൾ ആരുണ്ടാകുന്നു? ബി സി ഡി ഉണ്ടാകുന്നു. ഇസ് ഈക്വൽ ടു 180. നോക്കിക്കേ മക്കളെ, എ സി ഡി എവിടെ? എ സി ഡി ഈ ആംഗിള്. എ സി ബി ഏതാംഗിള്? ഈ ആംഗിള്. ഈ രണ്ടാംഗിളും കൂടെ ചേരുമ്പോൾ എന്തുണ്ടാകും? ബി സി ഡി അല്ലേ ഉണ്ടാവാൻ പോന്നേ. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് എങ്ങനെ എഴുതാം? ആംഗിൾ ബി സി ഡി എന്ന് എഴുതാം. പ്ലസ് ഈ ആംഗിൾ ബി സി ഡിനെ അങ്ങനെ തന്നെ എഴുതുന്നു. ആംഗിൾ ബി സി ഡി ഈസ് ഈക്വൽ ടു 180. എത്ര തവണ ഇപ്പൊ വന്നു? ബി സി ഡി 2 തവണ. അപ്പൊ ഇവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ടൈംസ് ഓഫ് ആംഗിൾ ബി സി ഡി ഈസ് ഈക്വൽ ടു 180. ഓക്കെ, അതിൽ നിന്ന് എന്ത് എഴുതാം? ആംഗിൾ ബി സി ഡി ഈസ് ഈക്വൽ ടു 180 ബൈ 2 ഇൻറ്റു ചെയ്ത 2 അപ്പുറം വരുമ്പോൾ ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 90 ഡിഗ്രി. ക്ലിയർ ആയോ? അതല്ലായിരുന്നു പ്രൂവ് ചെയ്യണ്ടേ. അപ്പൊ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ മുകളിലത്തെ ട്രയാങ്കിൾ എടുക്കുന്നു. അവിടുത്തെ ഈക്വൽ സൈഡുകളും ഈക്വൽ ആംഗിളുകളും വരുന്നു. ദെൻ രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കുന്നു. ഈക്വൽ സൈഡുകളും ഈക്വൽ ആംഗിളുകളും എടുക്കുന്നു. ദെൻ വലിയ ട്രയാങ്കിൾ എടുക്കുന്നു. അതിൽ ആംഗിൾ സം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. അതിനകത്ത് അറിയാത്തവരെ ഇൻ ടേംസ് ഓഫ് ബി സി ഡി ആക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ബി സി ഡി ഇവർ രണ്ടുപേര് ചേർന്ന് ബി സി ഡി ഉണ്ടാവുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ഇവർക്ക് പകരം പുതിയ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. എ ഡി സിക്ക് പകരം എ സി ഡി എന്നും എ സി ബിക്ക് പകരം എ ബി സി എന്ന് ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ ഇവർ തമ്മിൽ ചേരുമ്പോൾ ബി സി ഡി ഉണ്ടാകും. 2 തവണ ബി സി ഡി ആംഗിൾസ് കൂട്ടുക മീൻസ് 2 ബി സി ഡി ആണ്. ഇൻറ്റു ചെയ്ത് 2 അപ്പുറം പോയി ഡിവൈഡ് ചെയ്തപ്പോൾ 90 ഡിഗ്രി. 90 ഡിഗ്രി മീൻസ് എന്താണ്? റൈറ്റ് ആംഗിൾ ആണ്. അതിലായിരുന്നു പ്രൂവ് ചെയ്യണ്ടേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ 7th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ വരച്ചേക്കാം. ഇതാണ് എ ബി സി. ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ആംഗിൾ എ 90 ഡിഗ്രി എന്നാ പറഞ്ഞേ. അപ്പൊ ഇതിന് കൊടുക്കാം എ എന്ന്, ഇതിന് കൊടുക്കാം ബി, ഇതിന് കൊടുക്കാം സി. 90 ഡിഗ്രി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് 90 ഡിഗ്രി കാണിക്കാം. അവരെന്ത് പറഞ്ഞു? എ ബി ഈസ് ഈക്വൽ ടു എ സി. ഈ സൈഡും ഈക്വൽ ആന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ സിയും കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. എ ബി ഈസ് ഈക്വൽ ടു എ സി. എന്തുകൊണ്ടാ? ഗിവൺ ആണ്. അപ്പൊ ഇതെന്തായി? ഐസോസെലസ് ആയി. 2 സൈഡ് ഈക്വൽ ആയാൽ ഐസോസെലസ് ആയില്ലേ? ഐസോസെലസ് ആയാൽ എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാ. എ ബിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാ? ഇത്. ഈ ആംഗിളിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഒന്നുകിൽ എ സി ബി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആംഗിൾ സി എന്ന് വിളിക്കാം. ഇവർ ക്വസ്റ്റ്യനിൽ ആംഗിൾ സി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കും ആംഗിൾ സി എന്ന് എടുക്കാം. ആംഗിൾ സി ഈസ് ഈക്വൽ ടു എ സിക്ക് ഓപ്പോസിറ്റ് ആരാ? ഇവനാണല്ലേ. ഇവന്റെ പേരെന്താ? ഒന്നുകിൽ എ ബി സി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബി എന്ന് വിളിക്കാം. ക്വസ്റ്റ്യനിൽ ബി എന്ന് തന്നുകൊണ്ട് നമുക്ക് ബി എന്ന് തന്നെ എടുക്കാം. ഇനി എന്താണ്? യൂസിങ് ആംഗിൾ സം പ്രോപ്പർട്ടി. നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ച് എന്ത് പറയാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ആണ്.
ആംഗിൾ എ എത്ര 90 പ്ലസ് ആംഗിൾ ബി എത്ര ആംഗിൾ ബി ആംഗിൾ സി എന്താ ആംഗിൾ സിയുടെ വിലയും ആംഗിൾ ബി തന്നെയാണ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 180 പ്ലസ് 90 അപ്പുറേ പോകുമ്പോൾ എന്താകുന്നു മൈനസ് 90 ആകുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 180 മൈനസ് 90. അപ്പൊ എന്താ 2 തവണ ആംഗിൾ ബി വന്നല്ലേ അപ്പൊ 2 ടൈംസ് ഓഫ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 90. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ഇവിടെ ഇൻറ്റു ചെയ്ത 2 അപ്പുറം പോകുമ്പോൾ എന്താവും ഡിവൈഡഡ് ബൈ 2 ആവും. 90/2 എത്ര 45. ആംഗിൾ ബി 45 ആയതുകൊണ്ട് ആംഗിൾ സി എത്ര ആയിരിക്കും അതും 45. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് എഴുതാം. അവരുടെ ചോദ്യത്തിനുള്ള ആൻസർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 8ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? ഷോ ദാറ്റ് ദ ആംഗിൾസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആർ 60. അല്ലേ നമുക്കറിയായിരുന്നു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾസ് 60 ആണെന്ന് നമുക്ക് പണ്ടേ അറിയായിരുന്നു. പക്ഷെ അവര് ചോദിക്കുന്നു അത് 60 ആണെന്ന് ചുമ്മാ പറയാതെ അതിനുള്ള പ്രൂഫ് കൊടുക്കാനാ പറഞ്ഞു. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ വരച്ചു ABC. നമുക്കറിയാവുന്ന ആംഗിള് 60 ആണെന്ന് നമുക്കറിയായിരുന്നു. പക്ഷെ അവരത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് ആ ലോജിക്ക് എടുക്കരുത്. വേറെ ഏത് ലോജിക്ക് എടുക്കാം? എന്താണ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്തൂടെ? ആദ്യം തന്നെ നമുക്ക് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ ABC. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് AB is equal to AC ആണ്. AB is equal to AC ആണ്. അതായത് ABയുടെ ഓപ്പോസിറ്റ് സൈഡായ സിയും ACയുടെ ഓപ്പോസിറ്റ് സൈഡായ ബിയും ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ B is equal to ആംഗിൾ C എന്ന് വരെ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്തും പറയാം. AB ACക്ക് മാത്രമാണോ ഈക്വല്? അല്ല, AB ആർക്കും ഈക്വലാ? AB is equal to BC. ഓൾസോ AB is equal to BC. അപ്പൊ ABക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആരാ? C. ദാറ്റ് ഈസ് ആംഗിൾ C is equal to BCക്ക് ഓപ്പോസിറ്റ് ആരാ? ഇവൻ ആംഗിൾ A. ഇനി നമുക്ക് എന്ത് എഴുതാം? യൂസിങ് SAS വേണ്ട ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിക്കാം. യൂസിങ് ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ സം പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എല്ലാ ആംഗിൾസും കൂടെ കൂട്ടിയാൽ 180 വേണം. ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ A എന്ന് വെച്ചാൽ എന്താ മക്കളെ? ആംഗിൾ A എന്ന് വെച്ചാൽ ആംഗിൾ എക്ക് തുല്യമാണ് ആര്? ആംഗിൾ സി. അപ്പൊ ആംഗിൾ A എന്ന് എഴുതുന്നതിന് പകരം ഞാൻ ആംഗിൾ സി എന്ന് എഴുതുക. പ്ലസ് ആംഗിൾ ബി ആർക്ക് തുല്യവാ? ആംഗിൾ ബി എന്ന് എഴുതുന്നതിന് പകരം എനിക്ക് എന്ത് എഴുതാം? ആംഗിൾ സി എന്ന് എഴുതാം. പ്ലസ് എ ഇൻ ടേംസ് ഓഫ് സി ആക്കി, ബി എ ഇൻ ടേംസ് ഓഫ് സി ആക്കി. അപ്പൊ സി എ ഇൻ ടേംസ് ഓഫ് സി തന്നെ എഴുതണം. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എത്ര ആംഗിൾ സി വന്നു? 3 ആംഗിൾ സി വന്നു അല്ലേ? അപ്പൊ 1 + 1 + 1 3 ടൈംസ് ഓഫ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ബൈ 3. 180/3 എത്ര? 60 ഡിഗ്രി. ആംഗിൾ സി 60 ഡിഗ്രി ആയ സ്ഥിതിക്ക് ആംഗിൾ എ എത്ര? 60 ഡിഗ്രി ആണ്. ആംഗിൾ സി 60 ആയതുകൊണ്ട് ആംഗിൾ ബി എത്ര? അതും 60 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈച്ച് ആംഗിൾ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പൊ എങ്ങനെയാണ് ഐസോസെൽസിന്റെ കോൺസെപ്റ്റിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് എന്നറിയാവുന്ന ഒരാൾക്ക് എല്ലാ ആംഗിളുകളും ഈക്വൽ ആണെന്ന് എത്തിക്കാൻ പറ്റുന്നേ? ഈ ലോജിക്ക് ഉപയോഗിച്ചിട്ടാ. ശരിക്കും ഇത് ഏതിന്റെ ലോജിക്കാ? ഐസോസെലസിന്റെ ലോജിക്കാ. ശരിക്കും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഐസോസെലസിന്റെ ഒരു സ്പെഷ്യൽ കേസ്. ഐസോസെലസ് പറയുന്നു വെറും 2 സൈഡുകൾ ഈക്വൽ ആയാൽ അതിനെ ഐസോസെലസ് എന്ന് വിളിക്കുന്നു. അപ്പോ ഇക്വിലാറ്ററൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പെഷ്യൽ കേസാ. അതിനും ഇക്വിലാറ്ററലും എന്താ? 2 സൈഡുകൾ ഈക്വൽ ആണ്. അപ്പൊ അതൊരു ഐസോസെലസ് തന്നെയാണ്. സ്പെഷ്യൽ ആയിട്ട് വന്നത് എന്താ? 3ാമത്തെ സൈഡും അങ്ങ് ഈക്വൽ ആയിപ്പോയി. അതാണ് സ്പെഷ്യാലിറ്റി. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നമ്മൾ 7.3 ആണ് എടുക്കാൻ പോകുന്നത്. ഇന്ന് ഇത്രയും വെച്ച് കൺക്ലൂഡ് ചെയ്യുക കേട്ടോ. താങ്ക് യു.